കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്യാപ്ചർഡ് ബൈ ലവിൻ്റെ TNTയുടെ ടീൻസ് ആൻഡ് 20s പ്രോഗ്രാമായിരുന്നു April 30. ഇറ്റ് വാസ് അമേസിങ്. വാസ്തവത്തിൽ നെഹ്റു സ്റ്റേഡിയം വാസ് ക്യാപ്ചർഡ് ബൈ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അനോയിൻറ്റിങ് വാസ് സോ തിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറുപ്പക്കാർ ദേ ആർ വെരി സെൻസിറ്റീവ് ഐദർ ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവർ മനസ്സിലാക്കുകയും നമ്മളവരുടെ മുമ്പിൽ ജീവിക്കുകയും കൂടെ വേണം. അവർക്ക് ദേ ക്യാൻ സീ ഇൻസൈഡ് ഔട്ട്. അവരെ കളിപ്പിക്കാൻ പറ്റത്തില്ല. സോ യേശു വാസ്തവമാണ് അവരറിഞ്ഞ് let us encourage them to believe and walk in Christ. So over to Nehru Stadium ഇന്നത്തെ Captured by Love April 30th TNT meeting. No ear has heard, heart cannot perceive. 예수 야hen데 이래나군도 예수 야hen데 എനിക്ക് മുട്ടുണ്ടാ പച്ചയായ പുൽപ്പുറങ്ങളിൽ മേച്ചിലും സ്വച്ഛമാം വെള്ളവും നിത്യമായേക്കിടും. പച്ചയായ പുൽപ്പുറങ്ങളിൽ മേച്ചിലും സ്വച്ഛമാം വെള്ളവും നിത്യമായേക്കിടും. എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല. ഇരുളിലും മൃതിയിലും ഞാൻ നടന്നാലും യേശുവൻ കൂടെയായി ഇല്ല ഭയത്തിൽ. ഇരുളിലും മൃതിയിലും ഞാൻ നടന്നാലും യേശുവൻ കൂടെയായി ഇല്ല ഭയത്തിൽ. എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്റെ പിന്തുടർന്നിടുമേ. എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, നിനക്ക് മുട്ടുണ്ടാകില്ല. യേശു യാഹന്റെ ഇടയനാകുന്നു, യേശു യാഹന്റെ ഇടയനാകുന്നു, നിനക്ക് മുട്ടുണ്ടാകില്ല, നിനക്ക് മുട്ടുണ്ടാകില്ല, നമുക്ക് മുട്ടുണ്ടാകില്ല. ഹല്ലേലൂയ, ബോലോ യേശു മസീഹ്. I know the
baptizer is here. എനിക്കറിയാം ആ സ്നാപകൻ ഇവിടെയുണ്ട്. His name is Jesus. അവന്റെ പേരത്ര യേശു. He is the baptizer of fire. അവൻ അഗ്നി കൊണ്ട് സ്നാനം All കഴിപ്പിക്കുന്നവൻ. over this ground, ഈ ഗ്രൗണ്ട് മുഴുവനും the whole atmosphere is changing. അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. I am telling you, the glory inside of you, let it be activated here tonight. ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള മഹത്വം ആ തേജസ്സ് ജ്വലിച്ചുയരട്ടെ. Open your mouth and start talking to the Holy Spirit. വായ തുറന്ന പരിശുദ്ധാത്മാവിനോട് The whole ground is captured by the love of Jesus. ഈ ഗ്രൗണ്ട് മുഴുവൻ യേശുവിന്റെ സ്നേഹത്താൽ My പിടിച്ചടക്കപ്പെട്ടിരിക്കുന്നു. Jesus is walking in this ground. എന്റെ യേശു ഈ ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നു. He is watching everyone who is thirsty tonight. ഇന്ന് രാത്രി ദാഹിച്ചു വന്നിരിക്കുന്നവരെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. Jesus said, യേശു പറഞ്ഞു, those who are thirsty, come to me. ദാഹിക്കുന്ന ഏവനും എന്റെ അരികിൽ വരിക. We know we can do nothing without you. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾ But അറിയാം. with you we can do the impossible. എന്നാൽ അങ്ങയോട് കൂടെ ഞങ്ങൾക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. Let every hand become your hand. എല്ലാ കരങ്ങളും നിന്റെ കരമാകട്ടെ. We love you, Lord. We love you, Jesus. We love you. Without you, you cannot do anything. We give you total control. We bow before you, our Father. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വണങ്ങുന്നു. എനിക്കായി ചെയ്തത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് Fill your children. We are thirsty for you, Lord. പിതാവേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. Hallelujah, 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 oh, hallelujah, hallelujah, hallelujah. Oh, hallelujah, 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 കരങ്ങൾ വീശി. What a wonderful Jesus. എത്ര നല്ല യേശു. What a wonderful Jesus. എത്ര നല്ല യേശു. What a great Jesus. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. കരങ്ങൾ വീശി. Hallelujah, 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 oh, hallelujah, hallelujah, hallelujah. Without the Holy Spirit, പരിശുദ്ധാത്മാവിനെ കൂടാതെ we are all
can do nothing. നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. The Bible says, വേദപുസ്തകം പറയുന്നു, when Jesus said like this, യേശു ഇപ്രകാരം പറഞ്ഞപ്പോൾ, when he comes, അവൻ വരുമ്പോൾ, now Jesus walked in this earth filled with the Holy Spirit. യേശു കർത്താവ് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നടന്നത്. Holy Spirit was in him. പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. That is why the gospel according to John, the Bible says the fullness of the God was inside of him. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുക, ദൈവത്തിന്റെ സർവ്വ സമ്പൂർണ്ണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നു. I would say that the glory was trapped inside Jesus. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ആ മഹത്വം യേശുവിന്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുകയാണ്. And that is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, if I don't go, ഞാൻ പോയാൽ the Holy Spirit cannot come. പരിശുദ്ധാത്മാവിന് വരുവാൻ കഴിവില്ല. Now it is inside of me. ഇപ്പോൾ എന്റെ ഉള്ളിലാണ് But പരിശുദ്ധാത്മാവ്. once I am resurrected, എന്നാൽ ഞാൻ ഒരിക്കൽ പുനരുത്ഥാനം ചെയ്യുമ്പോൾ, as I come out, ഞാൻ വെളിയിൽ വരുമ്പോൾ, I will send him to you. ഞാൻ അവനെ നിങ്ങളിലേക്ക് അയക്കും. He will glorify അവൻ me. എന്നെ മഹത്വപ്പെടുത്തും. When we are filled with the Holy നാം Spirit, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ only one name will be glorified. ഒരേ ഒരു നാമം മാത്രമേ Can you മഹത്വപ്പെടുകയുള്ളൂ. shout that wonderful ആ name? അത്ഭുത നാമം നമ്മൊന്ന് ആർത്തു വിളിക്കാമോ? Hallelujah. ഹല്ലേലൂയ. He will lead us. അവൻ നമ്മെ നയിക്കും. He will teach us. അവൻ നമ്മെ പഠിപ്പിക്കും. Matthew chapter 3, the Bible says, മത്തായി 3-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, Jesus baptizes us with the fire. യേശു അഗ്നിയാൽ നമ്മെ സ്നാനം കഴിപ്പിക്കുന്നു. He baptizes with the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിക്കുന്നു. Why is it necessary? എന്താണ് ഇതിന്റെ ആവശ്യം? Because when the Holy Spirit comes, കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ, only when he comes, അവൻ വരുമ്പോൾ മാത്രം we can go love God. നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയൂ. Number one. ഒന്നാമത്. Number two. രണ്ടാമത്. The book of Corinthians, the Bible says, കൊരിന്ത്യ ലേഖനത്തിൽ വേദപുസ്തകം പറയുന്നു, Paul is saying like this, പൗലോസ് ഇപ്രകാരം പറയുകയാ, I will not preach anything else but Jesus who is crucified. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ മറ്റൊന്നും പ്രസംഗിക്കയില്ല. Because the cross, the crucifixion of the cross is foolishness for those who are perishing, but for us it is the power of God. കാരണം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയുമാകുന്നു. Bible does not say gospel was the power of God. സുവിശേഷം ദൈവശക്തി ആയിരുന്നു എന്നല്ല പറഞ്ഞത്. Even today it is powerful. ഇന്നും അത് ശക്തിയേറിയത്. What is the power for? എന്തിനു വേണ്ടിയാണ് ആ ശക്തി? To do the impossible. അസാധ്യങ്ങളെ ചെയ്യേണ്ടതിനായി. If we have a limited dream, നിങ്ങൾക്ക് ഒരു പരിമിതപ്പെട്ട സ്വപ്നമുണ്ടെങ്കിൽ, we don't want power. നമുക്ക് അതിന് ശക്തി ആവശ്യമില്ല. We don't want anyone's help. ആരുടെയും സഹായം വേണ്ട. But if your vision is higher than your ability, എന്നാൽ നിങ്ങളുടെ കഴിവിനും അപ്പുറമായിട്ടുള്ള ഒരു ദർശനമാണ് നിനക്കുള്ളതെങ്കിൽ, here is the Holy Spirit ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് who comes inside of you. അവൻ നിന്റെ ഉള്ളിൽ വരും. Jesus said, യേശു പറഞ്ഞു, when the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will receive power. നിനക്ക് ശക്തി ലഭിക്കും. You will receive power. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. And your limitations will break. നിന്റെ പരിമിതികൾ അതിർവരമ്പുകൾ പൊട്ടും. What is the meaning of power? എന്താണ് ശക്തിയുടെ അർത്ഥം? The power means the ability of God. ശക്തി എന്നാൽ ദൈവത്തിന്റെ കഴിവ്. I want to talk to everybody who is in the stadium and watching me. സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നവരും എന്നെ മറ്റുള്ളവർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരോടും ഞാൻ പറയട്ടെ, The moment you receive Jesus Christ as your Lord, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നാളിൽ Holy Spirit came upon us. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. Meaning to say, അതിന്റെ അർത്ഥം ഇതാ, the ability of God has come inside of us. ദൈവത്തിന്റെ അതേ കഴിവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. When the ability of God has come, ദൈവത്തിന്റെ കഴിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ let not circumstance stop us. ഒരു സാഹചര്യവും നമ്മെ തടയില്ല. Beyond. അതിനപ്പുറം. That is why the Bible says അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, that what God has prepared for those who love Him, no eye has seen, no ear has heard, heart cannot perceive. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക എന്ന് പറയുന്നാൽ ദൈവത്തിന്റെ കഴിവിനാൽ നിറയപ്പെടുക. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ പുതിയ സൃഷ്ടി എന്ന് വിളിക്കുന്നത്. പുതിയ സൃഷ്ടിയാണെങ്കിൽ സാധാരണ മനുഷ്യനെ പോലെയല്ല നടക്കുന്നത്. അവൻ വലിയ ദർശനം വെക്കുന്നത്. ആ ദർശനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം കാണുമ്പോൾ അവൻ പമ്മി വീട്ടിലോട്ടല്ല പോകുന്നത്. ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയും, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ആർത്തു വിളിച്ചു പറയാ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ അനുകൂലമെങ്കിൽ ആ പ്രതികൂലമാര്. How many of
you have a large dream? എത്ര പേർക്ക് ഒരു വിശാലമായ സ്വപ്നമുണ്ട്? Large vision. ഒരു വലിയ ദർശനമുണ്ട്. Large vision. വലുതായ It ദർശനം. is the trick of the devil ഇത് പിശാചിന്റെ to തന്ത്രമാണ്. limit you. നിന്നെ പരിമിതപ്പെടുത്തുക. That is why അതുകൊണ്ടത്രേ Romans 12:1 says, റോമർ 12:1 പറയുന്നു, offer your body നിന്റെ ശരീരത്തെ as an offering ഒരു യാഗമായി, or sacrifice. ഒരു യാഗമായി. And then it says, എന്നിട്ട് പറയുക, don't be conformed to the world. ലോകത്തോട് അനുരൂപമാകരുത്. ലോകത്തോട് അനുരൂപനാകരുത് Amen. എന്ന് പറഞ്ഞാൽ ലോകം ചിന്തിക്കുന്നത് പോലെയല്ല നീയും ഞാനും ചിന്തിക്കുന്നത്. അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാകിയാൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. God is our father. ദൈവം നമ്മുടെ പിതാവെങ്കിൽ All our provision, നമ്മുടെ സകല ആവശ്യങ്ങളും, all our provision നമുക്ക് വേണ്ടുന്നത് മുഴുവൻ is in the glory of അത് God. ദൈവ തേജസ്സിനുള്ളിലുണ്ട്. And that glory ആ തേജസ് is not with somebody. അത് ആരുടെയെങ്കിലും കയ്യിലല്ല. It is inside of you. അത് നിന്റെ ഉള്ളിൽ തന്നെ. Tonight, ഇന്ന് രാത്രി as we are going to worship, നാം ആരാധിക്കാൻ പോകുമ്പോൾ I pray ഞാൻ പ്രാർത്ഥിക്കും, that the glory of God ദൈവത്തിന്റെ തേജസ് which is inside of you നിന്റെ ഉള്ളിലുള്ള അതേ will be തേജസ് activated. അത് ജ്വലിക്കട്ടെ. The supernatural അത് അസാധാരണമായത് will become natural. അത് സാധാരണമാകട്ടെ. Hallelujah. ഹല്ലേലൂയ. If we have come to a religion, this is very boring. ഓ, നാം ഒരു മതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇത് വളരെ വിരസമാകും. You can see the angelic hosts. നമുക്ക് സ്വർഗീയ ദൂത സൈന്യത്തെ നമുക്ക് They are കാണാം. walking and talking with us. അവർ നമ്മോട് കൂടെ നടന്ന് They നമ്മോട് are സംസാരിക്കുന്നു. ministering us. അവർ നമ്മെ ശുശ്രൂഷ ചെയ്യുന്നു. The saints who lived before us. ഓ, നമുക്ക് മുമ്പ് ജീവിച്ച വിശുദ്ധന്മാർ. We know one very beautiful song. ഓ, നമുക്കറിയാം ഒരു മനോഹരമായ ഗാനം. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. അവർക്കത് എഴുതണമെങ്കിൽ അവരത് കണ്ടതുകൊണ്ട്. ആമേൻ. പത്മോസ് ദ്വീപിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല. ഈ ഗ്രൗണ്ടിൽ ആരെങ്കിലും ഞാൻ ഒറ്റയ്ക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നീ ഒറ്റയ്ക്കല്ല. നിന്റെ അകത്ത് ദൈവം, നിന്റെ ചുറ്റും ദൈവം, ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ ചുറ്റും. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ, എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. I don't have time, എനിക്ക് സമയമില്ല. but I know the Holy Spirit has done a magnificent work already. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതകരമായ തന്റെ പ്രവൃത്തി ഇവിടെ ചെയ്തു കഴിഞ്ഞു. Now I want you ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് to go and use that glory already inside of you. നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ആ മഹത്വത്തെ, തേജസ്സിനെ നിങ്ങൾ പോയി ഉപയോഗിക്കുക. The more you use, നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ the more powerful you will become. നിങ്ങൾ വീണ്ടും The ശക്തിയേറിയവരാകും. Bible never says വേദപുസ്തകം ഇങ്ങനെ പറയുന്നില്ലല്ലോ that there are some special people, ചില പ്രത്യേക തരം ആൾക്കാരുണ്ട്. but the Bible says എന്നാൽ വേദപുസ്തകം പറയുന്നു signs and wonders will follow the believer. വിശ്വസിക്കുന്നവരുടെ പിന്നാലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗമിക്കും. How many of you believe Jesus Christ is my Lord? നിങ്ങളിൽ എത്ര പേര് യേശുക്രിസ്തുവിനെ കർത്താവായി വിശ്വസിക്കും? Don't limit yourself. നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തരുത്. Might be our earthly father. I tell Ronak many times, റോണക്കിനോട് പലപ്പോഴും പറയാറുണ്ട്, as an earthly father, ഭൂമിയിലുള്ള ഒരു ബയോളജിക്കൽ ഫാദർ, പിതാവ് എന്നുള്ള നിലയിൽ I have limitation, എനിക്ക് ഒരുപാട് but പരിമിതികളുണ്ട്. you have a father എന്നാൽ നിനക്കൊരു പിതാവുണ്ട്, who birthed you, നിന്നെ ജനിപ്പിച്ചവൻ, who has no limitation. അവന് ഒരു പരിമിതികളുമില്ല. Obey Jesus. യേശുവിനെ അനുസരിക്കുക. The more you are obedient, നിങ്ങൾ അധികം the അനുസരണമാകുമ്പോൾ more glory will come. അധികം മഹത്വം And വെളിപ്പെടും. when the glory is manifested, ആ മഹത്വം വെളിപ്പെടുമ്പോൾ it is the lamp on the hill. കുഞ്ഞിന്റെ പുറത്തുള്ള വെളിച്ചം പോലെ ആ വെളിച്ചം ആർക്കും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ആമേൻ. പറയിൻ കീഴ് വെക്കാനേ പറ്റത്തില്ല. ആമേൻ. നിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത് മലമേൽ പ്രകാശിക്കും. വെളിച്ചം പകരുന്ന ആമേൻ. ആ പട്ടണം പോലെ ആയിത്തീരും. എത്ര പേര് പറയും എന്റെ ജീവിതം അങ്ങനെ തന്നെ ആയിത്തീരണം? ആമേൻ. എൻ്റെ ജീവിതം Hallelujah. അങ്ങനെ. പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവം നമുക്ക് സൗജന്യമായി തന്നത് എന്തൊക്കെയാണെന്നും നമ്മൾ ക്രിസ്തുവിൽ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. വചനം അതിൻ്റെ പോയിൻറ്റേഴ്സാണ്. ദൈവവചനം നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷെ അതിനെ റിയലാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ യു വിൽ സീ സംതിങ് ഫാർ ഗ്രേറ്റർ. ചെറിയ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളൊന്നുമല്ല, അതിനതീതമായി വേറൊരു പ്ലെയിനിലേക്ക്, വേറൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും ഇതേ അഭിഷേകം
ഇതേ ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവിൻ നന്ദിയോടെ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ, നന്ദിയോടെ സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായി കർത്താവെ, അങ്ങയുടെ കരുത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ TV പ്രോഗ്രാമിൽ കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദാഹമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയിൽ സൂക്ഷിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. റീച്ച് വേൾഡ് വൈഡിൻ്റെ നമ്മുടെ ഒരു പ്രോഗ്രാമാണ് വൺ മോർ വിഷ്. കഴിഞ്ഞ ദിവസം 50ാമത്തെ കുഞ്ഞിൻ്റെ, അതായത് 13 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ടെർമിനലി ഇൽ കുഞ്ഞുങ്ങൾ, ഒന്ന് നമ്മൾ അവർക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്ലസ് അവരുടെ ആഗ്രഹം, അങ്ങനെ 29ഓളം റേഡിയേഷനും 37 കീമോ ആണ് ഞാൻ അറിഞ്ഞത്. റീച്ച് വേൾഡ് വൈഡിൻ്റെ വൺ മോർ വിഷ്, റോണക്ക് ആ കുഞ്ഞുമായിട്ട് അദ്വൈത്തിൻ്റെ ജീവിതത്തിൽ ആഗ്രഹമായിരുന്നു. അദ്വൈത്ത് റോണക്കിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നു, എടാ നീ ജീവിതത്തിൽ പറക്കാൻ പോകുന്നില്ലെന്ന്. അപ്പോഴാണ് ഡോക്ടർ ക്യാൻസറാന്ന് പറഞ്ഞതും ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ ആ ബോർഡിംഗ് പാസ് കൈ കിട്ടുമ്പോൾ റോണക്കിനോട് പറഞ്ഞു, അച്ചാച്ചാ ഞാൻ പറക്കാൻ പോവുക, ഞാനും പറക്കുവാണേ. ടച്ചിങ് സീൻസ്. റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ എമ്പാടും ഓരോ വാർഡ് വരെയും ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ജില്ലാ ഭാരവാഹികളെല്ലാം അതിനുവേണ്ടി വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എൻ്റെ ആഗ്രഹം, നിങ്ങളും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലല്ല ഇന്ത്യയിലെ ഏത് ഭാഗത്തിലാണെങ്കിലും റീച്ചിൻ്റെ ഒരു വോളണ്ടിയർ നിങ്ങൾക്കാകാൻ പറ്റും. അദ്വൈത്തിൻ്റെ സ്റ്റോറിയിലേക്ക് നമുക്കൊരു നിമിഷം പോകാം. ഹല്ലേലൂയ. മോൻ്റെ പേര് അദ്വൈത്. അപ്പു എന്നാണ് വിളിക്കുന്നത്. മെയ് 5-ാം തീയതി റോണക്കിൻ്റെ കൂടെ പേരൻസിൻ്റെ കൂടെ പറക്കാൻ പോവുക. അപ്പുൻ്റെ ആഗ്രഹമാണോ പ്ലെയിനിൽ കയറണമെന്ന്? 50ാമത്തെ ആളായി മാറാൻ കഴിഞ്ഞത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ അപ്പുനെ റീച്ച് വേൾഡ് വൈഡിൻ്റെ വൺ മോർ വിഷ്, അത് ഇപ്പോൾ അദ്വൈതിൻ്റെ കൂടെ ഇതാ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി കൊച്ചിയിലോട്ട് പോവുകയാണ്. അദ്വൈതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന് ഈ പറയുന്ന എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് മൊത്തം എയർപോർട്ട് മൊത്തം ടൂർ കൊടുത്തു. ഓരോ സെക്ഷനിൽ കൊണ്ടുപോയി, സെക്യൂരിറ്റി സെക്ഷനിൽ കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു. ഞങ്ങളായിരിക്കും അദ്വൈതായിരിക്കും ഇപ്പം ഫ്ലൈറ്റിനകത്ത് ഏറ്റവും ആദ്യം കയറാൻ പോകുന്നത്. പക്ഷേ അദ്വൈതാണെങ്കിൽ കാണാൻ പോവുക. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡാണ് ഇപ്പം കോക്പിറ്റ് എല്ലാം കൂടെ കാണാൻ. അദ്വൈത് റെഡി ആണല്ലോ അല്ലേ? അടിപൊളി. One more wish and 50th wish we have fulfilled it. April 30-ന് അദ്വൈതിൻ്റെ ആഗ്രഹം ഫ്ലൈറ്റിൽ കയറണം എന്നുള്ള ആഗ്രഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് ആ ടിക്കറ്റ് കൊടുക്കുകയും ഇന്ന് മെയ് 5-ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചി അദ്വൈതിനെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. എയർപോർട്ടിൽ വെച്ച് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് മൊത്തം എയർപോർട്ട് മൊത്തം കാണിക്കുകയും ഫ്ലൈറ്റിനകത്ത് കയറി പൈലറ്റിൻ്റെ സീറ്റ് തന്നെ ഇരുത്തുകയും ആ മോന് ഭയങ്കര സന്തോഷമായിരുന്നു. റീച്ച് വേൾഡ് വൈഡ് ഞങ്ങളുടെ വോളണ്ടിയേഴ്സായിട്ടും ഞങ്ങൾക്ക് മൊത്തം ആസ് ആൻ ഓർഗനൈസേഷൻ വി ആർ വെരി വെരി ഹാപ്പി. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കും.